ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ അല്പസമയം ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കർത്തൃ ദിവസം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുകയാണല്ലോ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 28-ാം വാക്യം വായിക്കുന്നു. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും. ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും നല്ല ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ലോകത്തിലുണ്ട്. മനുഷ്യനിലുള്ള പാപ സ്വഭാവമാണ് ദുരാത്മാവിനാൽ നയിക്കപ്പെടുവാനുള്ള കാരണം. എല്ലാവരും ജന്മനാ പാപികളും ദുരാത്മാവിന് വിധേയപ്പെട്ടവരുമാണ്. അതിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനത്തോടുകൂടിയാണ്. ആത്മാവിനാലുള്ള വീണ്ടും ജനനം സംഭവിക്കുന്നത് വരെയും നാം പാപികളും പിശാചിന്റെ സന്തതികളും ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുമാണ്. വീണ്ടും ജനനത്തിലൂടെ നാം ദൈവമക്കളാകുന്നു. നമ്മുടെ ശരീരം ദൈവാത്മാവ് അധിവസിക്കുന്ന ആലയമായി മാറുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവമക്കൾ ആകുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ദാവീദിന്റെ പ്രാർത്ഥനയാണ് 143-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ കാണുന്നത്. നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ. ദാവീദ് കിന്നര വായനയിൽ നിപുണനായിരുന്നതിനാൽ ശൗലിന്റെ ദുരാത്മാവിനെ അകറ്റുവാൻ ഇത് പര്യാപ്തമായിരുന്നു. ദുരാത്മാവ് മനുഷ്യനെ ഏത് ദുഷ്പ്രവൃത്തിയും ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ദുഷ്പ്രവർത്തികളുടെയും പ്രേരക ശക്തി ദുരാത്മാവാണ്. കൊലപാതകവും അക്രമപ്രവർത്തികളും ദുർനടപ്പും ദുരാചാരങ്ങളും എല്ലാം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചിലരുടെയെങ്കിലും ദുരാത്മാവിനെ അകറ്റുവാൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്കിടയാകും. അതാണ് ദാവീദിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നല്ല ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരിൽ ഉണ്ടായിരിക്കുന്ന ചില ആത്മീയ പ്രത്യേകതകൾ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും ശമര്യർ യേശുവിനെ കൈക്കൊള്ളാൻ വിസമ്മതിച്ചതിനാൽ ആകാശത്തുനിന്ന് തീയിറങ്ങിയവരെ നശിപ്പിപ്പാൻ നിനക്ക് സമ്മതമോ എന്ന് ചോദിക്കുന്നു. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഏതാത്മാവിന് വിധേയപ്പെട്ടവർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. ദുരാത്മാവ് മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ദൈവാത്മാവ് മനുഷ്യരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നു. ശമര്യക്കാരി സ്ത്രീയുടെ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ യേശു തന്റെ മശിഹ എന്ന് തിരിച്ചറിഞ്ഞതിലൂടെ ശമര്യർ കർത്താവിൽ വിശ്വസിക്കുവാനും രക്ഷിക്കപ്പെടുവാനും ഇടയായ സംഭവം നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് വന്നത് അതിനുവേണ്ടിയാണ്. ഇന്ന് കർത്താവിനെ ആരാധിക്കുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന വലിയൊരു കൂട്ടം ലോകത്തിലുണ്ട്. അവർ ദൈവിക സന്ദേശം ലോകത്തിന് കൈമാറുകയും ചിലരെയെങ്കിലും എരിയുന്ന തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നിത്യനാശത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചവരാണ് നമ്മൾ. അവരുടെ ആത്മാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നു. അവർക്കാണ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നുവെന്ന് കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തെ ആരാധിക്കുമെന്ന് മാത്രമല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുമായിരിക്കും. എഫേസ്യർ 6:18 സകല പ്രാർത്ഥനയാലും യാതനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിനെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെങ്കിൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവരും ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുമായിരിക്കും. ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ജഡത്തിൽ വിതച്ച് ജഡത്തിൽ നാശം കൊയ്യുമ്പോൾ, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ആത്മാവിൽ വിതച്ച് ആത്മാവിൽ നിത്യജീവനെ കൊയ്യുന്നു. വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കോരഹപുത്രന്മാരുടെ ആഗ്രഹം 42-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. മാൻനീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് നിനക്കായി ദാഹിക്കുന്നു. പ്രിയരെ, ഈ കർത്തൃദിവസത്തിൽ നാം ഏതാത്മാവിന് വിധേയപ്പെട്ടവരാണ്? നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് വിജയകരമായ പവിത്രമായ ജീവിതം നയിക്കുവാനുമുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നാം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. ദാവീദിന്റെ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായി മാറും.
ദൈവമേ, നിന്റെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. ഈ കർത്ത ദിവസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവരും നമ്മുടെ പ്രാണങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട്, നമ്മെ നിത്യനാശത്തിൽ നിന്ന് വിടുവിച്ചത് കൊണ്ട് നമ്മുടെ കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരുമായി കർത്താവിന് മഹത്വം കരേറ്റാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരുന്നു. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് നിത്യനാശത്തിന് വിധേയപ്പെട്ടവരായിരുന്നു. എന്നാൽ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങ് ഞങ്ങൾ പ്രസാദിച്ചതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ നല്ല ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങൾ നൽകിയതുകൊണ്ട് സ്തോത്രം. ദൈവാത്മാവ് അധിവസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാക്കി ഞങ്ങളെ തീർത്തതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും അങ്ങയുടെ ആത്മാവിനാൽ ജഡത്തെ മരിപ്പിച്ച് പാപത്തിൻ്റെ മേൽ വിജയം വരിക്കുന്നവരായിരിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കുവാൻ, ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവമേ, അവിടുന്ന് നിങ്ങൾ കൃപ തരണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.